ഇത് ഞാൻ സ്കൂബ ഡൈവിംഗ് ചെയ്ത് അണ്ടർ വാട്ടറിൽ കൊണ്ടുവച്ച് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഐഫോൺ 16 Pro Max. എവിടെ പോണ്? സാധനം സെറ്റല്ലേ? അടിപൊളി. എന്റെ അളിയ പൊളിക്കാച്ച സ്ഥലം. അണ്ടർ വാട്ടർ സ്കൂബ ഡൈവിംഗ് ഐഫോൺ അൺബോക്സിംഗ്. Hey guys, yes, it's that time of the year. അതേ സുഹൃത്തുക്കളെ, സെപ്റ്റംബർ മാസമായിരിക്കുകയാണ്. എന്താണ് സെപ്റ്റംബർ മാസത്തിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, സെപ്റ്റംബർ മാസത്തിലാണ് ഐഫോൺ എപ്പോഴും അവരുടെ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് സെപ്റ്റംബർ 20 ഐഫോൺ 16 Pro Max ലോഞ്ച് ആയിരിക്കുകയാണ് ഗൈസ്. അതെടുക്കാനായി ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. ഐഫോൺ 4 പറഞ്ഞ് സെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് എറണാകുളത്തോട്ട് പോവാം ഗൈസ്. എന്നിട്ട് എടുത്തുകൊണ്ട് ഒരു അൺബോക്സിങ്ങിനായി ഒരു സ്പെഷ്യൽ പ്ലാൻ എന്റെ മനസ്സിലുണ്ട്. ലെറ്റ്സ് ഗോ. പണ്ട് കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഉള്ള കാർത്തിക് സൂര്യ ഇപ്പോഴത്തെ എന്നെ കാണുകയാണെങ്കിൽ ഭയങ്കര പ്രൗഡ് ആയിരിക്കും ഗൈസ്. കാരണം ഇങ്ങനെ ഫോൺ ഇറങ്ങുന്ന ദിവസമൊക്കെ അത് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഡ്രീമാണ് ഗൈസ്. കളിക്കാറല്ല, സത്യമായിട്ടുമാണ്. എനിക്ക് വേറെ ഒരു ടെക് ബ്രാൻഡിനോടും ഇത്രക്ക് ഒരു 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 അതെന്താണെന്ന് അറിയില്ല. ഐ ലവ് ആപ്പിൾ. ലവ് യു ആപ്പിൾ. ഉമ്മ എന്തിനാ പോവാടാ? അമ്മ. ഞങ്ങൾ എറണാകുളത്തേക്ക് ചെല്ലിക്കട്ടെ ഗൈസ്. വണ്ടി ഓടിച്ച് ഞങ്ങൾ മാങ്കാങ്കുഴി എത്തി ഗൈസ്. നമ്മൾ അവിടെ എത്തിയില്ല. അപ്പോഴത്തേക്ക് എന്റെ വണ്ടി സുഹൃത്തണ്ണ അപകരിച്ചു. അണ്ണ എവിടെ പോണ്? അണ്ണ എവിടെ എവിടെ പോണ്? ഗൈസ്, ഞാൻ 16 Pro Max എടുക്കുമ്പോ അണ്ണൻ 16 Pro എടുക്കുകയാണ്. സമയം പോയി പോക്കെ. അണ്ണ ഓർമ്മയുണ്ടാ നമ്മള് മറ്റേ 2000 അതെ 11 Pro Max ഞാൻ എടുത്തപ്പോ അണ്ണ 11 Pro എടുത്ത് പൊളിച്ച്. നമുക്ക് കോയിൻ കൊടുത്ത് പിന്നെ എടുക്കാം അണ്ണ. ഇനി അടുത്ത കടക്കാരെ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ സുഹൃത്തുക്കളെ. ചേച്ചി പോയിട്ട് വരാവേ. ടാറ്റ മക്കളൂസ്. ടാറ്റ പറ. അവക്ക് ടാറ്റയൊന്നുമില്ല. പോവണ്ണേ അങ്ങോട്ട്. പോയിട്ട് വരാമോ? ടാറ്റ. സുഹൃത്തന്നെ ഞാൻ പിന്നെ കൊണ്ടുവരാം. എന്നാ പിന്നെ നമുക്ക് എറണാകുളത്തേക്ക് ചലിക്കാം സുഹൃത്തുക്കളെ. അണ്ണ ചെണ്ട അടുത്തൊക്കെ എങ്ങനെ പോണു? അണ്ണ ചെണ്ടയൊക്കെ വാങ്ങി. എനിക്ക് എന്റെ ആശം ചെണ്ട വല്ലപ്പോഴും ഒക്കെ ആണ്ടിന് സക്രാന്തിക്ക് തൊടിക്കുന്നല്ലാതെ വാങ്ങാനുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. ഞാൻ പിന്നെ വായിച്ച് കേൾപ്പിച്ചു. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ എറണാകുളത്ത് നമ്മുടെ ഐഫോൺ ഫോബിയസ് എത്തിയിരിക്കണം. അണ്ണ പുതിയ ഐഫോൺ ഇപ്പൊ കിട്ടും. മുത്തേടാ, സാധനം സെറ്റല്ലേ? അടിപൊളി. സുഖമാണോ ബ്രോ? സെറ്റ്. സുഹൃത്തുക്കളെ, നമ്മുടെ കട. ഹലോ. കഴിഞ്ഞ ഐഫോൺ കഴിഞ്ഞിട്ട് എന്റെ ഐപാഡ് നിങ്ങളാണ് കൊണ്ടുവന്നോ സാധനം? സേതണ്ണ, അണ്ണന്റെ 16 Pro. ഇത് നമ്മുടെ 16 Pro Max. രണ്ടും ഡെസേർട്ട് ടൈറ്റാനിയം കളർ. അത് റെയർ കളർ. സാധനം കിട്ടാനില്ലല്ലേ? ഗൈസ്, രാവിലെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും കാർത്തിക് ബ്രോ ബ്ലാക്ക്. ഞാൻ പറഞ്ഞു ബ്ലാക്കോ വേണ്ടാ, നമുക്ക് ഡെസേർട്ട് ടൈറ്റാനിയം തന്നെ സെറ്റ് ആക്കാം എന്നും പറഞ്ഞ് ബ്രോ സെറ്റ് ചെയ്തതാണ്. ഓ പൊളിച്ച്. താങ്ക് യു ബ്രോ. താങ്ക് യു മച്ചാനെ. അതെ, ഫസ്റ്റ് ഡേ തന്നെ ഇത് കിട്ടാൻ ഓട്ടോടെ കേസ്. ഞാൻ കളിക്ക് പറയണല്ല, അതിനൊക്കെ മച്ചാനെ സമ്മതിച്ച് തന്നാലേ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലാവാത്തേ ഐഫോൺ ഇത്ര ഹേറ്റേഴ്സ് വേണം അന്നത് കിട്ടാനും ഇല്ല. അത് ആന്ധ്ര ഇവിടെ ഇരുന്നിട്ട് ഒരു ബഹളം. നീ ഐഫോൺ ഹേറ്ററാ? മിടുക്കനാടാ, മിടുക്കൻ. അത് ഐഫോണിന്റെ മാത്രം പ്രത്യേകതയാണ് സുഹൃത്തുക്കളെ. ഹീറ്റേഴ്സ് എന്തുമാത്രം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാനും അതിന് മാത്രം ആളുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അണ്ണ ഇപ്പൊ അൺബോക്സ് ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ പതുക്കെ ചലിക്കട്ടെ ബ്രോ. അപ്പൊ ഒന്നുകൂടെ താങ്ക് യു. പോയിട്ട് വരട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ഐഫോൺ വാങ്ങാൻ വന്നതാ അല്ല? നീയാണ് ഐപാഡ് കൊണ്ടുവന്നല്ലേ? ഇവനാണ് സുഹൃത്തുക്കളെ എന്നെ ഞെട്ടിച്ചതിൽ ഒരാള്. ശരി, അപ്പൊ ടാറ്റ. ഒരു പൂ തരാമോ? ഇനി ഇതിന്റെ അകത്ത് ക്യാമറ ബട്ടൺ ഒക്കെ ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ, ഇനി ദിവസം പൊളിക്ക് ഒരു വർഷത്തേക്ക്. ഓക്കെ ഗൈസ്, ഇനി നാട്ടിലോട്ട് പോട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ സർപ്രൈസ്. ഈ ഐഫോൺ 16 Pro Max ഞാൻ അണ്ടർ വാട്ടറിൽ സ്കൂബ ഡൈവിംഗ് ചെയ്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ, അതെ ഉടനെ കമ്മിങ് സൂൺ. ഞാൻ ആദ്യം വീട്ടിൽ കൊണ്ടുപോട്ടെ. ഇതുകൊണ്ട് ആദ്യത്തെ അണ്ടർ വാട്ടർ സ്കൂബ ഡൈവിംഗ് ഐഫോൺ അൺബോക്സിങ് കാണാൻ തോന്നുന്നു. ആയിരിക്കും. അതൊക്കെ എത്ര ഉള്ളു കേസ്. ഞങ്ങൾ ഇവിടെ ഇറങ്ങട്ടെ. ഇനി അന്ധകാരത്തിന്റെ 7ാം യാമത്തിൽ ഞാൻ വീട്ടിൽ എത്തി ഗൈസ്.
12:30 ഓഹ് അമ്മച്ചി കാറി കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് അൺബോക്സിങ് നടത്താൻ കോവളത്ത് സ്കൂബ ഡൈവിങ് ചെയ്യണ ടീമിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ വെച്ച് ആൾക്കാർ അൺബോക്സ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്കൂബ ഡൈവിങ് ചെയ്തു പോയി ഒരു ഐഫോൺ അൺബോക്സ് ചെയ്യണത് ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. സോ ടുമറോ ഇസ് ദി ഡേ. കണ്ണ് പോലും തുറക്കാനില്ല, ഉറങ്ങിപ്പോയി ഗൈസ് വണ്ടിക്കകത്തിറന്നു. അപ്പോ രാവിലെ വരാം ഗൈസ് ഞാൻ. അങ്ങനെ നേരം പുലപുരാന്ന് പുലർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെയാണ് പരപരാന്ന് പുലർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛാ അമ്മ പുതിയ ഐഫോൺ 16 Pro Max ഞാൻ വാങ്ങിയമ്മ. ഇനി അച്ഛാ ഇത് ഞാൻ സ്കൂബ ഡൈവിങ് ചെയ്ത് അണ്ടർ വാട്ടറിൽ കൊണ്ടുവച്ച് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ആണെന്നാണ് എന്റെ വിശ്വാസം. വല്ല സ്രാവ് മിഴുങ്ങിക്കൊണ്ട് പോവുമെന്നോ. വെള്ളം കേരള എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അണ്ടർ വാട്ടറിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് നോക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല ചാ. കുറച്ച് ബാറ്ററി ബാക്കപ്പ് ബെറ്റർ ആയിട്ടുണ്ട് കുറച്ചുകൂടെ. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ചിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ഒരു ബട്ടൺ അവർ തന്നിട്ടുണ്ട്. സ്ക്രീൻ സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഫോണിന്റെ മൊത്തത്തിലുള്ള സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതെ, വെയിറ്റിന് വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൊണ്ടുപോയി അൺബോക്സ് ചെയ്ത് കൊണ്ടുപോകാം. താങ്ക് യു കൊണ്ടുപോവട്ടെ സുഹൃത്തുക്കളെ. ഞാൻ കോവളത്തെത്തിയിട്ട് വരാൻ. അങ്ങനെ വീണ്ടും വന്ന് ഈ നമ്മൾ നോൺ ഡിസ്ക്ലോഷർ എഴുതി കൊടുത്ത് കേസ് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് മൊത്തം എന്റെ തലയിലാണെന്ന്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ മാത്രമല്ലല്ലോ പോകുന്നത്, നമ്മൾ ഇതും കൂടെ കൊണ്ടാണ് പോകുന്നത്. ഹൗ ആർ യു മിസ്ഡ് യു. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം നമ്മൾ വന്നത് കണ്ണനെയും PP അണ്ടർ വാട്ടറിൽ കൊണ്ടുപോയി മുക്കാനായിരുന്നു. അന്ന് ഞാൻ മുങ്ങിയില്ല. എന്തായാലും ഇന്ന് നമുക്ക് കടലിൽ മുങ്ങാൻ പറ്റില്ല ഗൈസ്. കാരണം റഫ് സീ ആയി കിടക്കുന്നുണ്ട്. ഒക്ടോബർ കഴിഞ്ഞാല് അവരിനി കടലില് അണ്ടർ വാട്ടർ സ്കൂബ ഡൈവിംഗ് നടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് ഉണ്ട്, ഒരു കോറിയോട് ചേർന്ന്. അവിടെ ആയിരിക്കും മുങ്ങാൻ പോകുന്നത്. ഇതെന്റെ സ്കൂബ ഡൈവ് ചെയ്യണ ഓക്സിജൻ ടാങ്ക്, ഇത് മാസ്ക്, ഇത് അണ്ടർ വാട്ടറിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാൻ പോണ ഫോണ്. അവർ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഇനി ഇറങ്ങാം ഗൈസ്. ഏതോ കരിങ്കൽ ക്വാറിയില് വന്ന് അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യുവന്മാരെന്നെ തട്ടിക്കൊണ്ട് പോയി ഗൈസ്. എടാ എവിടെയാടാ ഇത്? ഇത് ഏ സ്ഥലം? പേര് പോലും അറിഞ്ഞൂടാ അവന്മാർക്ക്. നിനക്കൊക്കെ അറിയാം ഗൈസ്. കുറെ നേരം നമ്മൾ എന്റെ മോനെ ഇങ്ങനെ ഒരു സ്ഥലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാവേ. ഐഫോണേ നീ ഇവിടെയാണ് മുങ്ങാൻ പോണത്. ഇതുവല്ല അറിയാനുണ്ടാ? ഗൈസ് എന്റെ ആളിയ പൊളിക്കാച്ച സ്ഥലം. ഇവിടെ മുതുക്ക് ക്വാറിയടാ സന്ദീപേ. എന്റെ ആളിയ ഗൈസ്. ഇതിവിടെ 15 മീറ്റർ വരെ ആഴം ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് 15 മീറ്റർ ഒന്നും പോകാൻ പറ്റൂല. നമുക്കൊരു 5 മീറ്റർ അല്ലെങ്കിൽ ഒരു 10 മീറ്റർ മാക്സിമം പോയിട്ട് ഇത് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇതിന്റെ വേസ്റ്റ് ഒന്നും ഞാൻ എന്റെ അകത്ത് ഇടൂല. അതൊക്കെ പറക്കി എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഞാൻ പറക്കി എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ എനിക്ക്? എന്തിന് കുറച്ച് സമയം കഴിയുമ്പോ സഞ്ജുവിനെ കണക്ക് അടിച്ചു പോയി ഗൈസ് എന്നും പറഞ്ഞ് വരാതിരിക്കാനുള്ള എല്ലാ ഇതും വഴിക്കൊണ്ടാവട്ടെ. പോവാലോ അല്ലേ? മുതുക്ക് സിലിണ്ടർ. ഇതിന് കനമുണ്ടല്ലേ? എത്ര കിലോ വരും? 15 കിലോ ഉണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു 2-3 ഏക്കറെങ്കിലും കാണും ഗൈസ്. ഇതുപോലുള്ള ക്വാറിയില് നീന്തൽ അറിഞ്ഞുകൂടാത്ത പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. നീന്തൽ അറിയാന്നുള്ളവര് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെയൊക്കെ പോവുക. കാരണം വെള്ളം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നീന്തൽ പഠിക്കുക മെയിൻ ആയിട്ട്. ഇതാണ്ട ഇപ്പം ഇതിങ്ങനെ നോർമലി കിടക്കുകയല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ആഴമുള്ളത്. പക്ഷെ ഇതാണ്ട ഇവിടെ വരുമ്പോ കളർ മാറുന്നതാണ്ട വെള്ളത്തിന്റെ. അതിനർത്ഥം അങ്ങോട്ട് ഡെപ്ത് ആണെന്നാണ്. ഇപ്പൊ ഞാൻ അവിടെ ചാടി കഴിഞ്ഞാൽ ഞാൻ മുങ്ങിപ്പോവും. ഇവിടെ എത്ര ആഴുണ്ടോ? 10 മീറ്റർ ഉണ്ടോ ഇവിടെ? ഒപ്പോച്ചി 10 മീറ്റർ ഉണ്ട് ഗൈസ് ഇവിടെ ആഴം. എന്നാ സൈഡിൽ നിന്നാ ഇത് വല്ലോ നമ്മൾ അറിയുവോ? ഓഹോ ഇതെന്നാടാ? അതാവുമ്പോ ഞാൻ നേരെ മുങ്ങി അടിയിൽ പോയി ഇടിച്ചു വെക്കുമല്ലോ. ഞഞ്ഞായി. സാധാരണ പൊങ്ങി വരാനുള്ള കിടതാപ്പോലാണ് എന്നെ മുക്കാനുള്ള കിടതാപ്പ് കെട്ടയാണ് ഗൈസ്. ഒമ്മച്ചി ഇത് എത്ര കിലോ ഉണ്ട്? 3 കിലോക്കൊക്കെ ഇത്രയും കിലോ ഉണ്ടോ? ഓക്കെ ഗൈസ്, സമയം ഇങ്ങ് എത്തിയിരിക്കുന്നു. ഇവരുടെ കൂടെ ഞാൻ ഇനി അങ്ങോട്ട് പോവാണ്. എന്റെ ഈ വ്ളോഗിങ് ക്യാമറ ഇവിടെ കൊടുത്തിട്ട് പോവാം. എന്നിട്ട് ബാക്കി ഇനി അവരുടെ ഗോപ്രോയിലായിരിക്കും സെറ്റ് ആക്കണത്. അണ്ടർ വാട്ടർ പോയിട്ട് വരട്ടെ. ഓക്കെ
കുഴപ്പമൊന്നും വരൂലായിരിക്കും അല്ലേടാ? കോൺഫിഡൻസ് വരും. ഇതൊക്കെ എന്താ പോയിട്ട് വരാം guys. പോവാണോ നമ്മൾ അണ്ടർ വാട്ടറിലോട്ട്? ഓക്കെ ഐഫോണ് ഗെറ്റ് റെഡി. ഓക്കെ, ഈ വെള്ളത്തിന്റെ കളർ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വെള്ളം തണുപ്പാണെന്ന്. പക്ഷെ എന്നല്ല ഗൈസ്, നോർമൽ വെള്ളമായിരുന്നു. ഒരുപാട് ദൂരം മച്ചാൻ എന്നെയും കൊണ്ട് പോയി. ഓൾമോസ്റ്റ് 10 മീറ്റർ ആയപ്പോഴത്തേക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഐഫോൺ അൺബോക്സ് ചെയ്യാനുള്ള സമയമായി. എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ കാരണം ഞാൻ കുറെ ഓക്കെകൾ കാണിച്ചു ഗൈസ്. എന്തായാലും 2 സ്വനാപ്പികളും വലിച്ചു കീറി കളഞ്ഞപ്പോഴത്തേക്കും ഐഫോൺ അൺബോക്സ് ആയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ നൈസായിട്ട് സാധനം തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും പുല്ല്. അപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്, ഈ കോപ്പ് ഇളവണില്ല ഗൈസ്. ഇതെല്ലാം കൂടെ കട്ട പിടിച്ചു പോയെന്ന് തോന്നുന്നു വെള്ളത്തിൽ ഇറങ്ങിയിട്ട്. അവസാനം ഞാൻ പിടിച്ചപ്പോൾ കേക്ക് പൊടിയുന്ന കണക്ക് ഈ പാക്കറ്റ് പൊടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെയോ ഞാൻ അത് അഴിച്ച് പുറത്തെടുത്തിട്ട് ഐഫോൺ പുറത്ത് വന്നേ. പക്ഷെ ഞാൻ സന്തോഷിക്കില്ല. ഞാൻ ആ സ്റ്റിക്കർ കൂടെ ഇളക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കിയത് മൂഞ്ചിന്ന്. കാരണം സ്റ്റിക്കർ ഇളവില്ലായിരുന്നു. പിന്നെ 4 വാക്കിന് ഞാൻ നഖം കൊണ്ട് ചുരണ്ടി ഒരു വിധത്തിൽ എങ്ങനെയോ അത് ഞാൻ തോണ്ടി പുറത്തിളക്കി. എന്നിട്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ്, ഓണായാലും എനിക്ക് സന്തോഷിക്കൂ. ഓണാവും. യെസ്, കേട്ടോ, അതൊക്കെ സന്തോഷമായി. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഇനി ടാറ്റ കൊടുത്തു, ഉമ്മ കൊടുത്തു. അടുത്തതായിട്ട് ഹലോ എന്ന സന്തോഷത്തിൽ നിങ്ങൾക്കൊരു തംസപ്പ് കാണിച്ചാണ് ഗൈസ്. പക്ഷെ ഇത് മേളിലോട്ട് പോകാനുള്ള സിമ്പിൾ ആണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. എനിക്ക് ടാറ്റ തരുമല്ലടാ. പോകണ്ടെന്ന് പറഞ്ഞപ്പോ ടാറ്റായി പോയി. കേരളത്തിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ, അത് സ്വിമ്മിംഗ് പൂളിന്റെ അടിയിലൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇതുപോലെ സ്കൂബ ഡൈവിംഗ് ഇട്ട് ഒങ്ങ് ഓടിത്തോട്ടിൽ 10 മീറ്റർ താഴെ പോയി അൺബോക്സ് ചെയ്ത് നമ്മൾ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഗൈസ് ഞാൻ വിചാരിച്ചാണല്ലേ ഈ കേസ് മൊത്തത്തിൽ നനഞ്ഞു കോന്നു. എന്നിട്ട് അടിച്ചപ്പോ ഈ സ്റ്റിക്കർ അളവടില്ലായിരുന്നു, അത് കോന്നൊട്ടിപ്പോയി. വയറൊക്കെ എന്തിനായെന്തോ. എന്തായാലും മിഷൻ അക്കോംപ്ലിഷ്ഡ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ മോനെ എന്തൊരു സന്തോഷം. ഞാൻ ഇത് കളിക്ക് പറയണല്ല ഗൈസ്, ഇങ്ങനെയൊക്കെ ചെയ്യണോന്നുള്ളതൊക്കെ ഈ ഒരു കുഞ്ഞു കാർത്തിക്കിന്റെ സ്വപ്നങ്ങളായിരുന്നു. ആ കുഞ്ഞു കാർത്തിക് ഇപ്പോ സന്തോഷവാനായിരിക്കും ഇതൊക്കെ കാണുമ്പോ. ഹലോ കുഞ്ഞു കാർത്തിക്. എന്തായാലും കേസ് ഈ വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ വരാം. കേസ് പോയി, കേസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ ഞെക്കിക്കോ.